പ്രിയ സഹോദരനെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരുന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറയുകയാണ്. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വിഷയം വെളിപാടിൻ്റെ വെളിപ്പെടുത്തലുകൾ എന്നതിനെക്കുറിച്ചാണ്. വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കി നമ്മൾ അതിൻ്റെ ദൈവമായ കർത്താവ് ഈ പശ്ചാത്തലത്തിൽ കാലഘട്ടങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നതിനെ മനസ്സിലാക്കാൻ കഴിയും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് കേൾക്കുകയായിരുന്നു. അപ്പോൾ ക്ലാസ് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരാളൊരു മെസ്സേജ് അയച്ചു തന്നു. ആ മെസ്സേജ് അയച്ചതിനകത്ത് നമ്മുടെ ദേവാലയങ്ങളിലെ നഗ്നതാ പ്രദർശനം, അല്ലെങ്കിൽ വിവാഹത്തിലെ വധുവിൻ്റെ നഗ്നതാ പ്രദർശനം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ക്ലാസ് കേൾക്കുകയും അതിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ വിശദീകരിക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ കേൾക്കുകയായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നല്ല രീതിയിൽ വസ്ത്രം ധരിക്കണം, എന്നെ മറ്റുള്ളവർ അംഗീകരിക്കണം, എന്നെ മറ്റുള്ളവർ കാണണം, എന്നെ മറ്റുള്ളവർ ഇഷ്ടപ്പെടണം, എൻ്റെ നേരെ എല്ലാവരും ശ്രദ്ധിക്കണം, എൻ്റെ നേരെ എല്ലാവരും നോക്കണം. ഇങ്ങനെയൊക്കെയുള്ളൊരു കാഴ്ചപ്പാടാണല്ലോ പൊതുവെ എല്ലാ മനുഷ്യനും ഉള്ളത്. അത് വെച്ചാണ് എല്ലാവരും ഇത്രമാത്രം അലങ്കരിക്കുന്നതും അഹങ്കരിക്കുന്നതും. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, നമ്മളൊരു സത്യം ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളത്, ഇതെല്ലാം ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓരോ അഹങ്കാരത്തെയും, നമ്മുടെ ഓരോ ധിക്കാര മനോഭാവത്തെയും, നമ്മുടെ ഓരോ ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികളെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് ചെയ്യുന്നു, ദൈവം അത് കാണുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്ന ഈ ബൈബിൾ അതിൻ്റെ പേര് ബൈബിൾ എന്നാണ്. അത് ഞാൻ കുറച്ചുകൂടെ എൻ്റെ സ്നേഹത്തോടെ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് പറയാനുള്ളത് ഇങ്ങനെയാണ്. വിശുദ്ധ ഗ്രന്ഥം എന്നാണ്. ഗ്രന്ഥം എന്ന വാക്കിനടുത്ത് ഞാൻ കൊടുക്കുന്ന വ്യാഖ്യാനം ഗ്രന്ഥികളെ സംബന്ധിക്കുന്നത് എന്നാണ്. മനുഷ്യന് പഞ്ചേന്ദ്രിയങ്ങളുണ്ട്, നമുക്കറിയാം. പഞ്ചേന്ദ്രിയങ്ങളിൽ 5 ഇന്ദ്രിയങ്ങളുണ്ടെന്നറിയാം. ഈ 5 ഇന്ദ്രിയത്തിലേക്കും വരുന്ന നമ്മുടെ ഇന്ദ്രിയങ്ങളിലേക്ക് വരുന്ന നമ്മുടെ ഞരമ്പുകൾ, അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഇരിക്കുന്നതെന്നൊക്കെ നമുക്കറിയാം. അപ്പം ഓരോ ഗ്രന്ഥികളെയും സംബന്ധിക്കുന്ന ഗ്രന്ഥം എന്ന് കണക്ക് കൂട്ടുമ്പോൾ മനുഷ്യന് ഓരോ ഇന്ദ്രിയങ്ങളും ഈ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഉപയോഗിക്കണം, അത് ക്രമീകരിക്കണം, അത് വിശുദ്ധിയിലായിരിക്കണം, നമ്മൾ അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പൊതുവേ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ സാധാരണ അങ്ങനെയല്ലേ ചിന്തിക്കുന്നത്. പക്ഷേ നമ്മൾ സംഭവിക്കുന്നതും കാണുന്നതും എന്താണ്? ഇന്ന് ദേവാലയത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ പെൺകുട്ടികളുടെ വസ്ത്രധാരണം വലിയ പ്രശ്നമാണ്. ചില സ്ഥലങ്ങളിൽ ഈ ചെറുപ്പക്കാരായ ആണുങ്ങൾ നിക്കറ് പോലത്തെ സാധനം ഇട്ടുകൊണ്ട് വരുന്നു. അപ്പോൾ മനുഷ്യനിങ്ങനെ നോക്കി നിൽക്കുകയാണ്, ഇതെന്താണ് ഇങ്ങനെ, ഇതെന്താണ് അങ്ങനെ എന്നിങ്ങനെ നോക്കിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം സംഭവം നടക്കാൻ പോകുന്നത് നമ്മൾ മനസ്സിലാക്കി വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കി തന്നെ പറയുമ്പോൾ, സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന പുരാതന സർപ്പത്തെ കുറച്ച് കാലത്തേന് ഞാൻ അഴിച്ചുവിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് അഴിച്ചുവിട്ടിട്ടുണ്ട്. അത് അഴിച്ചുവിട്ടാൽ സാത്താനെയും പിശാചിനെയും ലൂസിഫറിനെയൊക്കെ അഴിച്ചുവിട്ടാൽ നമുക്കെന്ത് ചെയ്യണം? അതാ എൻ്റെ അഴിച്ചുവിട്ട. കർത്താവ് അഴിച്ചുവിടുന്നെങ്കിൽ കർത്താവ് പിടിച്ച് കിട്ടിക്കോളല്ലേ, അതിന് നമുക്കെന്ത് പ്രശ്നം? ഇതാണ് മാനുഷികമായിട്ടുള്ള മനുഷ്യൻ്റെ ചിന്തകളും മാനുഷികമായിട്ടുള്ള മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകളും. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, ഈ സംഭവം നാം അറിയാതെ നമ്മിലേക്ക്, നാം ചിന്തിക്കാതെ നമ്മുടെ ചിന്തകളിലേക്ക്, നാം അറിയാതെ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും കേൾക്കുവാൻ നിർബന്ധിതമാകുന്ന ചില അസ്വസ്ഥ നിറഞ്ഞ സംഭാഷണങ്ങൾ, ചില അശ്ലീല കാഴ്ചപ്പാടുകളൊക്കെ നമ്മൾ കാണുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ അഴിച്ചു വിട്ടിരിക്കുന്ന സാത്താൻ എന്ന പിശാചിനെ വിളിക്കുന്ന പുരാതന സർപ്പത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് കയറി വരുന്നുണ്ട്. അത് നമ്മൾ പെട്ടെന്നൊന്നും മനസ്സിലാവുകയില്ല. അത് മനസ്സിലാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കൂട്ടുകാരൻ നമ്മളോട് പിണങ്ങുകയോ, അല്ല നമ്മുടെ ജീവിത പങ്കാളി നമ്മളോട് ദേഷ്യപ്പെടുകയോ, വെറുപ്പ് പ്രകടിപ്പിക്കുകയോ, ശപിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവുള്ളൂ. അങ്ങനെയുള്ള കുറേ ആളുകൾ ചിലപ്പോഴൊക്കെ വിളിച്ചിട്ട് പറയാറുണ്ട്, എൻ്റെ ജീവിത പങ്കാളി എന്നെ സ്നേഹിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ സാധാരണ കേൾക്കാറുള്ളതാണ്. പക്ഷേ അതല്ല പിന്നീട് സംഭവിക്കുന്നത്. സ്വന്തം ഭർത്താവിൻ്റെ മുമ്പിൽ വെച്ച് പിന്നെ ഭാര്യ മറ്റൊരു പുരുഷൻ്റെ വാഹനത്തിൽ കയറി പോകുന്നു. സ്വന്തം ഭർത്താവ് ഭാര്യയെ നോക്കി നിൽക്കാൻ തന്നെ മറ്റൊരു പുരുഷൻ്റെ കൂടെ പോകുന്നു. അപ്പോൾ അതിൻ്റെ അവിടെ സാത്താനും പിശാചിനും പുരാതന സർപ്പം ഇത്തരം ആളുകളിലേക്ക് കയറി വന്നാൽ എന്താ സംഭവിക്കുക? അവിടെ വിശ്വാസത്തെ തള്ളിപ്പറയുക, വിശുദ്ധിയെ തള്ളിപ്പറയുക, വിവാഹമെന്ന കൂതാശയെ വേണ്ടെന്ന് വെക്കുക, അല്ലെങ്കിൽ അതിനെ പുല്ലുവില കൽപ്പിക്കുക. ഇങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തപ്പെടുന്നതിന് പിന്നിലെ സംഭവം എന്ന് പറയുന്നത് ശരിക്കും പഠിക്കുമ്പോൾ ഈ പിശാചിനെ അഴിച്ചുവിട്ടിരിക്കുകയാണ്. അപ്പോൾ കർത്താവ് പറയണത്, ഞാൻ അഴിച്ചുവിട്ടെങ്കിൽ നിങ്ങളതിനെ പിടിച്ചു കെട്ടാൻ പോകണ്ട, പക്ഷേ അഴിച്ചുവിട്ട സാധനത്തെ നിങ്ങൾ വീട്ടിൽ കൊണ്ട് കെട്ടാൻ നിൽക്കരുത്. ഞാനൊരു പശുവിനെ അഴിച്ചെൻ്റെ പറമ്പിൽ വിട്ടു, അത് എൻ്റെ പറമ്പിൽ കൂടെ നടന്ന് അല്ലെങ്കിൽ ഈ റോട്ടിൽ കൂടെ നടന്ന് മേയുന്നുണ്ട്. പക്ഷേ അതിന് നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് നിങ്ങൾ കെട്ടേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ അത് നിങ്ങളുടെ വീടിൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ട് പോയിക്കോളുകയല്ലേ? അപ്പോൾ നമ്മളതിനെ എടുത്ത് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ട് വെക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുക? അവൻ്റെ പ്രവൃത്തി അവിടെ ആരംഭിക്കുക. അവൻ്റെ പ്രവൃത്തി ആരംഭിക്കുക അവിടെ നിന്ന് പരസ്പരമുള്ള ബഹുമാനം നഷ്ടപ്പെട്ടു പോവുക.
പരസ്പരമുള്ള സ്നേഹത്തിൻ്റെ അളവ് നഷ്ടപ്പെട്ടു പോവുക, പരസ്പരമുള്ള അംഗീകാരത്തിന് കോട്ടം തട്ടുക, പരസ്പരം ഒരു ആദരവ് കൊടുത്ത് ഭാര്യയെ നമ്മൾ ബഹുമാനത്തോടെ, സ്നേഹത്തോടെ, അംഗീകാരത്തോടെ, ഒരു ഒരു റെസ്പെക്റ്റോടെയാണ്, ഒരു ബഹുമാനത്തോടെയാണ് നമ്മുടെ ഭാര്യയെ നമ്മൾ സ്വീകരിക്കേണ്ടതും കാണേണ്ടതും സംസാരിക്കേണ്ടതും ഒപ്പം നടക്കേണ്ടതുമല്ല. അങ്ങനെ ഭർത്താവിന് അതുപോലെ ബഹുമാനം കൊടുത്ത്, അതുപോലെ സ്നേഹം കൊടുത്ത്, അതുപോലെ അംഗീകാരം കൊടുത്ത്, അതുപോലെ ബഹുമാനിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ഭർത്താവിനെ താഴ്ത്തിക്കെട്ടാതെ പിന്നെ അതിൻ്റേതായ പക്വതയോടെ സംസാരിച്ച് ഭർത്താവിൻ്റെ പക്വത മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഭാര്യയുടെ പക്വതയും സ്നേഹത്തെ മറ്റുള്ളവർക്ക് സ്നേഹത്തോടെ എൻ്റെ ഭാര്യ എന്നെ നല്ലത് സ്നേഹിക്കുന്നത് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്കല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ലോകം പോകുന്നത്. അതിൻ്റെയൊക്കെ 10 ഇരട്ടി 1000 ഇരട്ടി ഇത്രമാത്രം കൂതാശകളെ, കൗതാശിക തലങ്ങളുടെ അർത്ഥങ്ങളെ, അതിൻ്റെ മൂല്യങ്ങളെ, അതിൻ്റെ ആത്മീയ മഹത്വത്തെ ഇതുപോലെ തള്ളിക്കളഞ്ഞൊരു കാലഘട്ടം എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെപ്പറ്റി പഠിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ സാത്താനും പിശാചിനെ വിളിക്കുന്ന പുരാതന സമയത്തെ അല്പസമയത്ത് കഴിച്ചുവിടേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത് അഴിച്ചുവിട്ട കാലഘട്ടം ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ആധുനിക ലോകം എന്ന ഒരു അത്യന്താധുനിക ലോകം, അതിന് പ്രത്യേകിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ടെലിവിഷൻ്റെ യുഗം, പത്രമാസികളുടെ യുഗം, മൊബൈൽ ഫോണിൻ്റെ യുഗം, ലാപ്ടോപ്പിൻ്റെ യുഗം, ഇൻ്റർനെറ്റിൻ്റെ യുഗം, ഇങ്ങനെ കുറേ ഉപകരണങ്ങൾ കൂടെ വന്നപ്പോൾ ഇത് ഈ അഴിച്ചു വിട്ടത് മുഴുവൻ നമ്മുടെ വീട്ടിലേക്ക് വരികയും നമ്മളെ നശിപ്പിക്കുവാൻ തക്കവിധം ദുരാത്മകൾ നമ്മുടെ വീട്ടിൽ കയറി കൂടുകയും ചെയ്യുന്ന അവസ്ഥ വന്നു. എന്നാൽ ഇതിനെയൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിലോ, വളരെ മനോഹരമായി പക്വതയോടെ ഉപയോഗിക്കുകയാണെങ്കിലോ അത്യാവശ്യം വാർത്ത കേൾക്കാം, അത്യാവശ്യം ആരാധന കൂടാൻ. ഒരു ക്രൈസ്തവ സഭയെ സംബന്ധിച്ച്, ക്രൈസ്തവ സഭയിലായിരിക്കുന്ന ക്രൈസ്തവരെ സംബന്ധിച്ച് ഇതൊക്കെ ഉപയോഗിക്കാൻ ദൈവം വന്നിരിക്കുന്നത് കർത്താവിൻ്റെ വചനം കേൾക്കാനാണ്, കർത്താവിൻ്റെ ശുശ്രൂഷ കാണാനാണ്, കർത്താവിൻ്റെ ആരാധനയിൽ പങ്കെടുക്കാനാണ്. ഇപ്പം ഇരുന്ന് ഡൊമിനിക് വളവനച്ഛൻ്റെ ഒരു ആരാധന, ഒരു വിടുതൽ ആരാധന കേരളത്തിൻ്റെ ഈ ഭാഗത്തോ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇരുന്ന് കാണാനും അതിനകത്ത് കേൾക്കാനും അതിലൂടെ ദുരാത്മാക്കളെ ബന്ധിച്ച് ബഹിഷ്കരിക്കാനും അതിൻ്റെ ജ്ഞാനം കൊണ്ട് നിറയാനും നമുക്ക് സാധിക്കുന്ന ഈ മീഡിയ ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ഉപകരണം ഉള്ളതുകൊണ്ടാണ്. പക്ഷേ അതിനെ ആത്മീയ പക്വതയിൽ ഉപയോഗിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു. എന്നാൽ അതിനേക്കാളും അതിൻ്റെ മോശമായ തിക്തഫലങ്ങളെക്കുറിച്ച് കേൾക്കാനും കാണാനുമായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതെല്ലാം അസ്വസ്ഥകളെല്ലാം നമ്മുടെ കുടുംബത്തിലേക്കും ഭവനത്തിലേക്കും കയറി വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പ്രിയ സഹോദരരെ, ഇത് നമ്മൾ പഠിക്കേണ്ട വിഷയമെന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ശരിക്കും നമ്മൾ ഈ ലോകത്തെ ശരിക്കും പഠിക്കുമ്പോൾ ഈ അഴിച്ചുവിട്ട സാത്താൻ എന്ന് പറയുന്ന സാത്താൻ വളരെ തന്ത്രപരമായിട്ടും വളരെ വിദഗ്ധമായിട്ടും അതിൻ്റെ ദുരാത്മാക്കൾ നമ്മളിലേക്ക് കയറി വന്ന് നമ്മളെ ശല്യപ്പെടുത്തുന്നുണ്ടോ, നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടോ, നമ്മളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ, നമ്മുടെ സ്വൈര ജീവിതം ഇവ നശിപ്പിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തപ്പെട്ടിരിക്കുന്നത്. അത് നമ്മൾ എത്രമാത്രം ദൈവിക വചനത്തെക്കുറിച്ച് സംസാരിച്ചാലും, നമ്മൾ എത്രമാത്രം ദൈവിക വചനത്തിൻ്റെ അർത്ഥങ്ങൾ പറഞ്ഞു കൊടുത്താലും, അതുള്ള മറ്റുള്ള മനുഷ്യർ പുച്ഛിക്കുകയോ അല്ലെങ്കിൽ കളിയാക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുന്നൊരു പശ്ചാത്തലമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പലപ്പോഴും പലരും നമ്മൾ ഒരു ക്ലാസ്സുകളിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പുച്ഛിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് എതിർ കമൻറ്റിലിടുന്നു. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത് ശരി തന്നെ, ഓക്കെ, അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തോടെ അദ്ദേഹം സംസാരിച്ചുകൊള്ളട്ടെ. പക്ഷേ അതല്ല പ്രശ്നം. അതിനേക്കാളേറെ ഇത് സമൂഹത്തെ, സഭയെ, ജനങ്ങളെ, ക്രിസ്ത്യാനികളെ, നമ്മുടെ വിശുദ്ധിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ദമ്പതികളെ ഒക്കെ ഇത് എങ്ങനെ സ്വാധീനിക്കുന്നു, അല്ലെ അവരിത് എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഇത് അവർക്കെല്ലാം ഒരു പുച്ഛം കലർന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ ആധുനിക ലോകത്തിലെ ക്രിസ്ത്യൻ സ്ത്രീകളുടെ വസ്ത്രധാരണം, പെൺകുട്ടികളുടെ വസ്ത്രധാരണം. കഴിഞ്ഞ ദിവസം കോളേജിൽ പ്രിൻസിപ്പളായിരിക്കുന്ന ഒരു അധ്യാപകൻ എന്നെ വിളിച്ചു പറഞ്ഞു, എൻ്റെ ബ്രദറെ, ഞങ്ങളുടെ കോളേജിൽ പഠിക്കുന്ന കുട്ടികളുടെ വസ്ത്രധാരണം അവരെ നോക്കിക്കൊണ്ട് നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റിയില്ല. അത്രമാത്രം മോശമായ രീതിയിലാണ്. പെൺകുട്ടികൾക്കൊന്നും ഒരു ബഹുമാനത്തിൻ്റെ തലങ്ങളില്ല, അല്ലെങ്കിൽ ഒരു അധ്യാപകൻ എന്നുള്ളൊരു കാഴ്ചപ്പാടില്ല, ഒരു അധ്യാപകൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടത് എങ്ങനെയാണെന്നൊരു ചിന്തയില്ല. അങ്ങനെ അത്രമാത്രം മോശമായ രീതിയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. അവരെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അവരെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവർ കളിയാക്കുകയാണ്. അത് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നിസ്സാരമായിട്ട് കാണുകയാണ്. പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെ അവർ പുച്ഛിച്ച് തള്ളിയിട്ട് സാർമാർക്ക് അങ്ങനെ പലതും പറയാം, പക്ഷേ അതിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുന്ന അവസ്ഥയിൽ എത്തപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈ സ്വർഗം അടുത്തടുത്ത് വരുന്നൊരു പശ്ചാത്തലമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ യുദ്ധം അതിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കാൻ ഏതാനും വർഷങ്ങൾ കൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ അപ്പോൾ നമ്മൾ വിലപിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ദൈവമേ, കോളേജുകളില്ല, അത് നിന്നുപോയി. യാത്രകൾ ചെയ്യാൻ പറ്റുന്നില്ല, അത് നിന്നുപോയി. ഇപ്പോൾ അതുപോലെ പട്ടിണി, ദാരിദ്ര്യം, ആകുലത,
വലിയ ഉത്കണ്ഠകൾ, ഇനി എന്ത് സംഭവിക്കും എന്നുള്ളതിനെപ്പറ്റി വലിയ ഉത്കണ്ഠാപൂർവമായിട്ടുള്ളൊരു ചിന്ത നമ്മളിലേക്ക് കടന്നു വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അന്നേരം നമ്മൾ എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പോൾ എന്താ ദൈവം പറയുക, ദൈവത്തെക്കുറിച്ച് ഒന്ന് പഠിക്കണമല്ലോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ എൻ്റെ ജീവിതം മെച്ചപ്പെടാൻ ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു കാഴ്ചപ്പാട് ആ സമയത്താണ് പൊതുവെ വരുന്നത്. ചിലരൊക്കെ ഫോൺ വിളിക്കുമ്പോൾ പറയുന്നത് എൻ്റെ ജീവിതം തകർന്നു, സമ്പത്തില്ല, എന്നാ ചെയ്തിട്ടും പച്ച പിടിക്കുന്നില്ല, എത്ര പൈസ വന്നാലും വീട്ടിൽ തികയുന്നില്ല, ഇപ്പോൾ പൈസയുടെ വരവ് വീട്ടിലില്ല, എല്ലാം നിന്ന് പോയിരിക്കുന്നു, സാമ്പത്തികമായിട്ട് വലിയ ക്ലേശത്തിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും വിളിക്കുകയും അതിനെപ്പറ്റി പറയുകയും ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, കർത്താവ് ആദ്യമേ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ വചനം കേൾക്കണം, ദൈവവചനത്തിൽ എന്താണ് പറഞ്ഞതെന്ന് പഠിക്കണം, ദൈവവചനം എന്താണ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് നമ്മൾ ചിന്തിക്കണം, വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവ്വം കേൾക്കണം. നമ്മളൊരു ധ്യാനം കൂടി നമുക്ക് കുറച്ച് ദൈവിക ജ്ഞാനവും കാര്യം കിട്ടിക്കഴിഞ്ഞ് നമ്മൾ താൽക്കാലികമായിട്ട് അതിനെ എന്ത് ചെയ്യും, നമ്മൾ ചിന്തിക്കും താൽക്കാലികമായിട്ട് ഒരു ധ്യാനം കൂടാൻ പറ്റി, പെട്ടെന്ന് ഇച്ചിരി ഒരു വിദേശത്തേക്ക് പോകാൻ പറ്റി, അല്ലെങ്കിൽ പെട്ടെന്നൊരു വീട് വെക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ പെട്ടെന്ന് കൊച്ചിൻ്റെ വിവാഹം നടന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അങ്ങനെ നമ്മൾ പൊതുവെയുള്ള കാഴ്ചപ്പാടുകൾ. പക്ഷേ സംഭവിക്കുന്നത് എന്താണ്? താൽക്കാലികമായിട്ടുള്ളൊരു വിജയം, താൽക്കാലികമായിട്ടുള്ളൊരു ഒരു ഒരു നന്മ നമുക്ക് കിട്ടും. പക്ഷേ അത് ഓടിച്ചെല്ലുമ്പോൾ അല്പം ഒന്ന് സംസാരിച്ചു, അല്ലെങ്കിൽ നന്മ ചെയ്തു, അല്ലെങ്കിൽ അല്പം വചനം ശ്രമിച്ചു എന്നുള്ളത് സംഭവിക്കുന്നതാണ്. പക്ഷേ അടിസ്ഥാനപരമായിട്ടൊരു മനുഷ്യൻ്റെ വിശുദ്ധിയുടെ തലങ്ങളിലേക്ക്, അതായത് ശരിക്കും പറഞ്ഞാൽ 1 യോഹന്നാൻ 1:7 പറയാണ്, യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മെ സകല പാപത്തിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം നമ്മെ എല്ലാ അശുദ്ധിയിൽ നിന്നും, പാപത്തിൽ നിന്നും, മ്ലേച്ഛതയിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു. അതിന് വിടുവിക്കാൻ തക്ക വിധം നമ്മളൊരു കുമ്പസാരവും ധ്യാനവും ഒരുക്കവും നമ്മൾ നടത്തി അതിന് ആനുപാതികമായിട്ടുള്ളൊരു പ്രവൃത്തി നമ്മളിലുണ്ടെങ്കിൽ അത് ശാശ്വതമായിട്ട് നിൽക്കും. പക്ഷേ താൽക്കാലികമായിട്ട് കിട്ടുന്ന ഈ വിജയം, താൽക്കാലികമായിട്ട് കിട്ടുന്ന ഒരു കല്യാണം, താൽക്കാലികമായിട്ട് കിട്ടുന്ന ഒരു ജോലി, അല്ലെങ്കിൽ താൽക്കാലികമായിട്ടൊരു വീട് വെക്കാൻ സാധിച്ചു, പക്ഷേ ആ വീട് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ജോലി കിട്ടി പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ജോലി നഷ്ടപ്പെട്ടു, ജോലി നമുക്ക് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ശമ്പളം കുറഞ്ഞു, അല്ലെങ്കിൽ പിരിച്ചു വിട്ടു, ഇനി എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം, താൽക്കാലികമായിട്ട് കിട്ടുന്ന ചില വിശ്വാസങ്ങൾ, താൽക്കാലികമായിട്ട് കിട്ടുന്ന ചില വിശുദ്ധികൾ, താൽക്കാലികമായിട്ട് കിട്ടുന്ന കുറച്ച് വചനങ്ങൾ, അതല്ല ദൈവം അർത്ഥമാക്കുന്നത്. യേശു ക്രിസ്തു അടിസ്ഥാനമാക്കുന്നത്, യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ ശക്തമായിട്ട് നമുക്ക് നിൽക്കാൻ കഴിയുന്ന, അടിയുറച്ച് നിൽക്കാൻ കഴിയുന്ന ഒരു വിശുദ്ധീകരണ പ്രക്രിയ തന്നെ നമുക്ക് ആവശ്യമാണ്. പക്ഷേ പൊതുവെ സാധാരണ അങ്ങനെയല്ല കാണുന്നത്. ഒരു ധ്യാനം കൂടി അല്പം നന്മയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പൊതുവെ എന്താ സംഭവിക്കുക? അത് 2 മാസം കഴിയുമ്പോൾ തീർന്നു, 3 മാസം കഴിയുമ്പോൾ തീർന്നു. മദ്യപിച്ചുകൊണ്ടിരുന്ന ഒരാൾ മദ്യപാനം നിർത്തി ധ്യാനം കൂട്ടിയിട്ട്. പക്ഷേ എന്താ സംഭവിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടുത്ത ക്രിസ്മസ് വരുമ്പോൾ, അടുത്ത ഈസ്റ്റർ വരുമ്പോൾ മദ്യപാനം ഒക്കെ വളരെ ശക്തമായിട്ട് വീണ്ടും ആരംഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതല്ല ദൈവത്തിൻ്റെ ആത്മാവ് അർത്ഥമാക്കുന്നത്, അങ്ങനെയല്ല. ദൈവത്തിൻ്റെ അർത്ഥം മദ്യപാനിയൊരു മനുഷ്യൻ മദ്യപാനം നിർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? അത് പൂർണ്ണമായിട്ടും എന്നേക്കും ഉപേക്ഷിക്കാം, എന്നേക്കും. കാരണം ഈ മദ്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നൊരു പണമുണ്ട്. ആ പണം തിന്മയുടെ ദുരാത്മാക്കളാണ്. അതായത് തിന്മയ്ക്ക് വേണ്ടി, തിന്മ ചെയ്യാൻ വേണ്ടി നമ്മൾ പണം മുടക്കി, അതായത് സാത്താൻ്റെ അക്കൗണ്ടിൽ പണം ഇട്ട് കൊടുത്ത് ആ തെളിവ് നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മളെ വിധിക്കുമ്പോൾ കർത്താവ് എന്താ ചിന്തിക്കുന്നത്? കർത്താവ് എന്താ നോക്കുന്നത്? ഇവൻ എത്ര പണം ഈ മദ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു, അല്ലെങ്കിൽ എത്ര രൂപ സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു, അല്ലെങ്കിൽ എത്ര പണം വസ്ത്രദാനത്തിന് വേണ്ടി ഉപയോഗിച്ചു, അതും നമ്മുടെ ശരീരത്തിൻ്റെ പ്രദർശനം നടത്താൻ വേണ്ടി എന്തെല്ലാം വിക്രികൾ കാണിച്ചു, എത്ര പണം ഉപയോഗിച്ചു എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സർവശക്തനായ ദൈവം മുകളിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത്, എന്താ സംഭവിക്കുന്നത്? സ്വാഭാവികമായിട്ടും പിന്നീട് തകർച്ച. ഇപ്പോൾ 15 വർഷം മുമ്പ് ധ്യാനം കൂടിയ ഒരു സഹോദരൻ ഈ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ആദ്യം ധ്യാനമൊക്കെ കൂടി 2-3 കൊല്ലം കുറച്ച് ഉയർച്ചയും സന്തോഷമൊക്കെ കിട്ടി ബദ്രായി. പക്ഷേ ഇപ്പം എന്താ സംഭവിക്കുകയെന്ന് ചോദിച്ചാൽ, ഇപ്പം മൊത്തം തകർന്നു, ബിസിനസ് തകർന്നു, വീടിൻ്റെ പണി പകുതിയായുള്ളൂ, സ്ഥലം വിൽക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, കടബാധ്യത കൂടി. ഇപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്നാണ് ചോദ്യം വരുന്നത്. അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ചോദിക്കുകയാണ്, ഇനി ഞാൻ എന്ത് ചെയ്യണം? പക്ഷേ ഇനി ആ മനുഷ്യനെ രക്ഷിക്കാൻ പറ്റാത്ത വിധം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ തിന്മയിലേക്ക് പോയി. അദ്ദേഹം കുറച്ച് സാമ്പത്തികം വന്നപ്പോൾ കുറച്ച് മദ്യപാനം തുടങ്ങി, കുറച്ച് പുകവലി തുടങ്ങി, കുറച്ച് സുഖം ആരംഭിച്ചു, സിനിമ തിയേറ്ററിൽ പോയിട്ട് സിനിമ കണ്ടു, അന്ന് കാറുണ്ടായിരുന്നു, അപ്പോൾ കാറിൽ പോയി, കാറൊക്കെ പിന്നീട് വിൽക്കേണ്ടി വന്നു, സാമ്പത്തികമെല്ലാം നശിച്ചു, ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് വരികയാണ്. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, കർത്താവായ യേശു ക്രിസ്തുവിനെ താൽക്കാലികമായിട്ട് വിശ്വസിക്കാനുള്ളതല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ താൽക്കാലികമായിട്ട് ചിന്തിക്കാനുള്ളതല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ താൽക്കാലികമായിട്ട് ആശ്രയിക്കാനുള്ളതല്ല. നിത്യജീവിതത്തിന് ഉതകുന്ന രീതിയിലുള്ള ഒരു ആത്മീയ കാഴ്ചപ്പാടിലേക്ക് ഞാൻ എത്തപ്പെട്ടോ, ആ രീതിയിൽ ഞാൻ വളർന്നോ, ആ രീതിയിൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയോ, ആ രീതിയിലാണോ എൻ്റെ കാഴ്ചപ്പാടിനെ, വിശ്വാസത്തെ, വിശുദ്ധിയുടെ തലങ്ങളെ ഞാൻ കണ്ടിരിക്കുന്നത്?
ആ രീതിയിലാണോ ഞാൻ ക്രിസ്തുവിനെ ഹൃദയത്തിൽ പ്രതീക്ഷിച്ചിരിക്കുന്നത്? അതുകൊണ്ട് ദൃഢമായ വിശ്വാസമാണോ? അതുകൊണ്ട് അവിടുന്ന് ദൈവഭക്തിയിൽ തീഷ്ണതയും ദൃഢതയുമില്ലാത്ത ഭവനം അതിവേഗം നശിക്കും. അങ്ങനൊരു വചനമുണ്ട്. ദൈവഭക്തിയിൽ തീഷ്ണതയും ദൃഢതയുമില്ലാത്ത ഭവനം അതിവേഗം നശിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു വചനത്തെ ആശ്രയിച്ച് നോക്കുമ്പോൾ ദൈവഭക്തിയിൽ, എന്നാൽ ദൈവഭക്തി എന്ന് പറയുമ്പോൾ അതിനകത്ത് ദൈവജ്ഞാനം വേണം, ദൈവവിശുദ്ധി വേണം, ദൈവസ്നേഹം വേണം, പരസ്നേഹം വേണം, മറ്റുള്ളവരെക്കുറിച്ച് ചിന്ത വേണം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ആ ഒരു ജ്വലനം, ആ ഒരു ശക്തി എന്നിലുണ്ടോ? ആ ഒരു കാഴ്ചപ്പാടിലാണോ ഞാൻ നടക്കുന്നത്? അതോ നമുക്ക് എല്ലാം താൽക്കാലികമാണോ? പെട്ടെന്നൊരു ധ്യാനം കൂടി, പെട്ടെന്നൊരു വീട് പണിതു, പെട്ടെന്നൊരു കല്യാണം നടന്നു, പെട്ടെന്ന് ജോലി കിട്ടി, പെട്ടെന്ന് കുറച്ച് പൈസ വന്നു, പക്ഷേ വീണ്ടും ആ വ്യക്തി പാപത്തിലേക്കോ തിന്മയിലേക്കോ പോകുമ്പോൾ എല്ലാം തകർന്ന് തരിപ്പണമാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിനുള്ള പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ഒരുക്ക കാലഘട്ടങ്ങളിലാണ് നമ്മളുള്ളത്. നമുക്കിനി സുവിശേഷം തീർന്നുപോയി നമ്മൾ പ്രത്യേകം ചിന്തിക്കണം. സുവിശേഷത്തിൻ്റെ കാലഘട്ടം കടന്നുപോയി. ഇനി സുവിശേഷമല്ല നമുക്കുള്ളത്. നമുക്ക് വേണ്ട സുവിശേഷമല്ല. നമുക്ക് വേണ്ടുന്ന സുവിശേഷത്തിൽ ആസ്പദമായ അടിയുറച്ച ഒരു ദൈവിക പ്രവൃത്തി, അതായത് രൂപാന്തരീകരണം അഥവാ അതിശക്തമായ വിശുദ്ധീകരണ പ്രക്രിയ നമുക്ക് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണം. ആ രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്കിനി കർത്താവിൽ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. കാരണം രക്ഷയുടെ കാലം കടന്നുപോയി, ശിക്ഷയുടെ കാലം ആഗതമായി, കൃപായുഗം അവസാനിച്ചു, ഇനി കഷ്ടകാലം അതായത് കലിയുഗം ആഗതമായി. ഇങ്ങനെ നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, അയ്യോ തെറ്റിപ്പോയല്ലോ, കർത്താവ് ഒരുപാട് തെറ്റിപ്പോയി. ചിലർ ഈ ദൈവനിന്ദ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഈ ദൈവനിന്ദ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകുന്നത്. നമ്മളുടെ ധ്യാനം കൂടി കണ്ടീഷനായി, കുറച്ച് വിശ്വാസവും വിശുദ്ധിയൊക്കെ വന്നു. അങ്ങനെ വന്ന് നമ്മൾ നിൽക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ, നമ്മൾ 25 നോമ്പ് വന്നു. അത് യേശു ക്രിസ്തുവിൻ്റെ ക്രിസ്മസ് വന്നു. ക്രിസ്മസിന് 25 ദിവസം ഞാൻ മദ്യപാനമൊന്നും ചെയ്യാണ്ട്, പുകയൊന്നും വലിക്കാണ്ട്, പുറത്തൊന്നും ഇറങ്ങാണ്ട്, സിനിമയൊന്നും കാണാണ്ട് ഞാൻ നിന്നു. അങ്ങനെ 25 ദിവസം വലിയ കുഴപ്പമില്ലാത്തൊരു ഇത് നിന്നു. അത് കഴിഞ്ഞ് ക്രിസ്മസ് വന്നു. ക്രിസ്മസ് കഴിഞ്ഞ് പള്ളിയിലൊക്കെ പോയിച്ച് വന്നു. അന്ന് ഞാൻ കുപ്പി പൊട്ടിച്ചു. അന്ന് 25 ദിവസം ഞാൻ നോയമ്പായിരുന്നല്ലോ. അത് കഴിഞ്ഞ് ഞാൻ ഇഷ്ടം പോലെ കഴിച്ചു. അന്ന് ഒരു പാക്കറ്റ് സിഗരറ്റും വലിച്ചു. അന്ന് കുടുംബത്തെ ഭാര്യ മക്കളെല്ലാം കൂട്ടിക്കൊണ്ട് നേരെ എങ്ങോട്ട് പോയി? സിനിമാ തിയേറ്ററിലേക്ക് പോയി. അങ്ങനെ ഈ 25 ദിവസം നമ്മൾ നിന്ന നോമ്പിൻ്റെ എല്ലാ ചൈതന്യവും എന്നേക്കുമായിട്ട് നശിക്കുന്ന രീതിയിൽ നശിപ്പിച്ച് തന്നെ നമ്മളിതിനെ സ്വയം നശിപ്പിച്ചു. പിന്നെ ആ മനുഷ്യന്, ആ കുടുംബത്തിന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ പള്ളിപ്പെരുന്നാളുകൾ എന്നും പറഞ്ഞിട്ട് പരിപാടിയുണ്ട്. പള്ളിപ്പെരുന്നാൾ ചെണ്ടമേളം കേൾക്കുമ്പോഴത്തേനും ക്രിസ്ത്യാനികളെല്ലാം അവിടെ വട്ടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇത് കാണാൻ വേണ്ടി. അപ്പോൾ അതിനകത്ത് മദ്യം കഴിച്ചവരൊക്കെ നിന്ന് അതോടൊപ്പം നിന്ന് കൊട്ടുകയാണ്, ചാടുന്നു, മറിയുന്നു, ഇതെല്ലാം കാണുന്നു. അപ്പോൾ എന്താ, തിരുനാൾ വരുമ്പോൾ നമ്മുടെയൊക്കെ വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കാഴ്ചപ്പാട് പ്രകാരം എന്താണ് സംഭവിക്കാമെന്ന് അറിയാമോ? നമുക്കൊന്ന് ആഹ്ലാദിക്കാനുള്ളൊരു സമയം. അന്ന് ഇഷ്ടം പോലെ മദ്യം, ഇഷ്ടം പോലെ കപ്പ, ഇഷ്ടം പോലെ ബിരിയാണികൾ, ഇറച്ചികൾ തിന്നുക, കുട്ടിക്കുക, ആനന്ദിക്കുക, ചെണ്ടമേളത്തിൽ പങ്കെടുക്കുക, കരിമരുന്ന് പ്രകടനങ്ങൾ കാണുക. അന്നത്തെ ദിവസം ഇങ്ങനെ ഒരു അടിപൊളി ആഘോഷമാണ്. ഒരു വർഷത്തേന് നമ്മൾ കാത്തു സൂക്ഷിച്ച വിശുദ്ധി, കാത്തു സൂക്ഷിച്ച ജ്ഞാനം, കാത്തു സൂക്ഷിച്ച ആത്മാവിൻ്റെ ആ ജ്ഞാനത്തിൻ്റെ വിശുദ്ധിയുടെ തലങ്ങൾ എന്നേക്കുമായിട്ട് പോകുന്ന രീതിയിൽ വളരെ ശക്തമായിട്ട് നമ്മൾ ആനന്ദിച്ച് അർമാദിച്ച് സുഖിച്ച് നമ്മളങ്ങോട്ട് ഈ സമൂഹത്തിലെ എല്ലാ അസ്വസ്ഥയും നമ്മൾ ഏറ്റുവാങ്ങും. അപ്പോൾ ആ ഒരു വർഷക്കാലത്തേന്, അല്ലെങ്കിൽ 25 നോമ്പോ 50 നോമ്പോ ഒക്കെ നമ്മൾ നിന്ന് കുറച്ച് വിശുദ്ധി പ്രാപിച്ച് കുമ്പസാരിച്ച് ഒരുങ്ങി നിന്ന് എല്ലാ വിശുദ്ധിയും 50 നോമ്പ് വീടുമ്പോൾ തീർന്നു. പ്രിയപ്പെട്ട സഹോദരരെ, നമ്മളിനി രക്ഷപ്പെടുമോ? കർത്താവിൻ്റെ നിന്ദ, ദൈവനിന്ദ എന്ന് പറയുന്നത് എന്താണ്? ഇത് തന്നെയാണ് ദൈവനിന്ദ. അന്ന് എന്നേക്കുമുള്ള വിശുദ്ധി വേണം, എന്നേക്കുമുള്ള മദ്യപാനം നിർത്തണം, എന്നേക്കും സിനിമ കാണുന്നത് നിർത്തണം, എന്നേക്കും നമ്മൾ ക്രമീകരിക്കപ്പെടണം, എന്നേക്കും നമ്മൾ ഒരുക്കപ്പെടണം, എന്നേക്കും നമ്മൾ നിത്യജീവനായിട്ട് ഒരുങ്ങണം, എന്നേക്കും നമ്മൾ യേശുവിൻ്റെ കൂടെ ആയിരിക്കണം, എന്നേക്കും വിശുദ്ധിയുടെ തലങ്ങളിൽ തന്നെ ആയിരിക്കണം. അല്ലാതെ കുറച്ച് കാലത്തേന് നിന്നതിന് ശേഷം കുറച്ച് കാലത്തിന് എന്തൊക്കെയോ കുറച്ച് വിശുദ്ധിയോ കുറച്ച് നോമ്പൊക്കെ നിന്നു. പക്ഷേ അതൊക്കെ നോമ്പ് വിടുന്ന സമയത്ത് അല്ലെങ്കിൽ തിരുനാൾ പ്രദർശനം വരുമ്പോൾ ഇതെല്ലാം തീരുന്ന അവസ്ഥയിലാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവ്, വിശുദ്ധിയുടെ അളവ്, വിവേകത്തിൻ്റെ അളവ് എവിടെയാണ്? ഇങ്ങനെ വരുമ്പോൾ ഒരു സംഭവം നടക്കും. ആ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തു പറയാണ്, മിന്നൽ പിണർ പോലെയായിരിക്കും മനുഷ്യത്തിൻ്റെ ആഗമനം, ഗർഭിണിക്ക് പ്രസവേദന എന്ന പോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിപതിക്കും. അങ്ങനെ വരുമ്പോൾ 5 കന്യകമാർ ഉണർന്നിട്ട് 10 കന്യമാർ ഉണർന്നിട്ട് അതിൽ 5 കന്യകമാർ പെട്ടെന്ന് വിളക്ക് തെളിച്ചു, അതിനകത്ത് തിരി തെളിഞ്ഞു. 5 പേർക്ക് എണ്ണയില്ലാതെ പോയി. അപ്പോൾ എണ്ണയുള്ളവർ ചോദിച്ചിട്ട് കൊടുത്തുമില്ല. അതേപോലെ
അവർ പെട്ടെന്ന് തപ്പി നോക്കുമ്പോൾ, അവരന്വേഷിച്ച് നോക്കുമ്പോൾ തൻ്റെ വിളക്കുകളിൽ നിന്നും എണ്ണയില്ലാതെ വരുന്ന സാഹചര്യം കാണുകയും അവർ നിരാശപ്പെടുകയും കരയുകയും അവർ നിത്യനാശത്തിലേക്ക് പോയി ചെന്നായിട്ടാണ് വിശുദ്ധഗ്രന്ഥം പഠിപ്പിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ മണവാളൻ എപ്പോൾ വന്നാലും ആ മണവാളൻ്റെ കൂടെ നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ തക്കതും, അല്ലെങ്കിൽ ആ കവാടങ്ങളുടെ, കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു പ്രാവശ്യം മാത്രം കയറാൻ ഉപയോഗിക്കുന്ന വാതിലാണിത്, ദൈവത്തിൻ്റെ സ്വർഗീയ കവാടങ്ങൾ. ആ കവാടത്തിനുള്ളിലേക്ക് കയറിയാൽ രക്ഷപ്പെട്ടു. പിന്നെ നിത്യതയാണ്, നിത്യസുഖമാണ്, നിത്യാനന്ദമാണ്, നിത്യമഹത്വമാണ്, നിത്യ പറുദീസയാണ്, നിത്യ പിതാവിൻ്റെ കൂടെയുള്ള ജീവിതമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അതിനായിട്ട് നമുക്ക് കൂടുതലായിട്ട് ഒരുങ്ങാൻ പ്രിയ സഹോദരങ്ങളെ. ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവ്വം നമ്മൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ ചുരുങ്ങിയൊരു സമയത്തേക്കുള്ള വിശ്വാസം, ചുരുങ്ങിയ സമയത്തേക്കുള്ളൊരു നോമ്പ്, ചുരുങ്ങിയ സമയത്തേക്കുള്ളൊരു ധ്യാനം, അതല്ല നമുക്ക് ആവശ്യം. അത് ശാശ്വതമായിട്ട് ഞാൻ ജനിച്ച് ജീവിച്ച് ഇനി മരിക്കുന്നിടം വരെ ഞാൻ നോമ്പായിരിക്കണം. മരിക്കുന്ന കാലഘട്ടം വരെ. ഇപ്പം ഞാൻ 50 വയസ്സുണ്ടെങ്കിൽ 30 വയസ്സും കൂടെ അവിടെ 80 വയസ്സ് വരെ ജീവിച്ചാലും ഞാൻ വിശുദ്ധിയിലാണ്, ഞാൻ വിവേകത്തിലാണ്, ഞാൻ ജ്ഞാനത്തിലാണ്, ഞാൻ സത്യത്തിലാണ്, ഞാൻ നീതിയിലാണ്. ആ ഒരവസ്ഥയിലേക്ക് രൂപാന്തരപ്പെടാൻ നമുക്ക് സാധിക്കട്ടെ. അതിനായി കർത്താവ് ഈശോ നമ്മളെ സമർത്ഥം അനുഗ്രഹിക്കട്ടെ. ആമേൻ.